പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. നമ്മുടെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് കയറേണ്ട പ്രവാചകന്റെ ഹദീസാണ്. ഇന്ന അഅമാല ബനി ആദം തുഅറദു കുല്ല ഖമീസ ലൈലത്തിൽ ജുമുഅ. എല്ലാ വ്യാഴാഴ്ചയും, ഒരാഴ്ചയിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് ഉയരുന്ന ദിവസമാണ്. അതുകൊണ്ടാണ് വ്യാഴാഴ്ച സുന്നത്ത് നോമ്പ് വെച്ചത്. ഒരാഴ്ചയിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു ഉയർത്തുന്ന ദിവസമാണ് വ്യാഴാഴ്ച. പ്രവാചകൻ പറഞ്ഞു, ഫലാ യുഖ്ബലു അമലു ഖാതിഅ റഹ്മിൻ. ജേട്ടനോ അഞ്ചനോ അല്ലെങ്കിൽ പെങ്ങളോ ആങ്ങളെയോ, ബാപ്പാനോട് തെറ്റിക്കണ മക്കളോ, മക്കളോട് തെറ്റിക്കണ ബാപ്പയോ കുടുംബമോ, അതേപോലെ അമ്മാവന്മാർ, ഇവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അവന്റെ പ്രവർത്തനം അള്ളാഹു, ആ ഒരാഴ്ചയിലെ പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കൂല. അടുത്ത ആഴ്ച മിണ്ടിയിട്ടില്ലെങ്കിൽ അടുത്ത ആഴ്ച സ്വീകരിക്കൂല. ആ ആഴ്ചകൾക്കിടയിലായിരിക്കും റമദാൻ വരിക. തെറ്റി നിൽക്കുമ്പോഴാണ് റമദാൻ വരിക. റമദാനിൽ പള്ളിക്കക്ക് സുബഹി നമസ്കാരം തുടങ്ങണീന്റെ മുന്നേ അത്താഴം കഴിച്ച് പള്ളിയിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാണ്ട് എന്താ പറയുക, അള്ളാഹുവേ റമദാനിൽ ഞങ്ങൾ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും വഴി റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. ഇങ്ങോട്ട് നോമ്പ് വെക്കുകയാണ്, തറാവിസ്കരിക്കുകയാണ്, സ്വതക്കൊടുക്കുകയാണ്, ദിക്റല്ലാണ്, ഖത്തം തീർക്കുകയാണ്, ക്ലാസുകൾക്ക് പോവുകയാണ്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ ഇബാദത്തും ചെയ്യാൻ, അവസാനം എഴുത്തിക്കാഫിരിക്കുകയാണ്. പെരുന്നാളിന് നമ്മൾ ഈദ്ഗാഹിൽ വെച്ച് പ്രവാചകൻ ദാനധർമ്മം പെരുന്നാളിൽ വർദ്ധിപ്പിച്ചിരുന്നു എന്ന ഖുതുബ കേട്ട് അവിടെ വെച്ചും ദാനധർമ്മം ചെയ്യാൻ. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാൻ, ഒരൊറ്റ പണം പോലും, ഒരൊറ്റ നിസ്കാരം പോലും, ഒരു ഖത്തം പോലും, ഒരു ഹർഫ് പോലും അള്ളാഹുവിലേക്ക് അള്ളാഹു ഉയർത്തൂല, അവർ തമ്മിൽ മിണ്ടുന്നത് വരെ.